മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാം വാക്യം ഒരു തിരിച്ചുവരവിൻ്റെ കഥയാണ് പറയുന്നത്. ഹെറോദേസിൻ്റെ മരണശേഷം ഈജിപ്തിൽ നിന്നും കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക, ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. ശിശുവിനെ കൊല്ലാൻ ശ്രമിച്ചവർ മരണമടഞ്ഞു കഴിഞ്ഞു. സ്നേഹമുള്ളവരെ, ചില സമയങ്ങൾ ഇങ്ങനെയാണ് ദൈവം നമ്മളെ കാത്തു സംരക്ഷിക്കുന്നത് പല വിധത്തിലാണ്. ദൈവത്തിൻ്റെ ഇടപെടൽ അത്ഭുതകരമാണ് എന്ന് നാം വിശ്വസിക്കണം. നമ്മളെ ദൈവം എങ്ങനെയാണ് പൊതിഞ്ഞു പിടിക്കുന്നത്? നമ്മളെ നമ്മുടെ ഘാതകരായവരുടെ മരണം പോലും കാണാൻ പറ്റുന്ന, പതനം പോലും കാണാൻ പറ്റുന്ന വിധത്തിൽ നമ്മളെ സുരക്ഷിതമാക്കി നമ്മളെ ദൈവം മാറ്റി നിർത്തും. ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് തൻ്റെ കൺമുമ്പിൽ സ്വർഗം നമ്മളെ കാത്തു പൊതിഞ്ഞു പിടിക്കും. ഘാതകൻ എത്ര ഉന്നതനാണെങ്കിലും, എത്ര മേലിലുള്ളവനാണെങ്കിലും നമ്മുടെ മേളിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നമ്മളെ കാത്തു സംരക്ഷിക്കാൻ ഉടയവന് കഴിയുമെന്ന് വിശ്വസിക്കാൻ ഇപ്പോൾ കൂടെ യാത്ര ഒരു മതിയായ കാരണം തന്നെയാണ്. എന്നിട്ട് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ജോസഫിനോട് പറയുക, ജോസഫേ, എഴുന്നേറ്റ് തിരിച്ചു പോക്കോ. നീ എവിടെ നിന്ന് നീ ഓടിക്കപ്പെട്ടോ, നീ എവിടെ നിന്ന് ഇറക്കി വിടപ്പെട്ടോ അതേ സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ, നീ സുരക്ഷിതനായി യാത്ര ചെയ്യാൻ ദൈവം നിന്നെ അയക്കുകയാണ്. എവിടെ നിന്ന് നീ മാറ്റപ്പെട്ടോ അവിടെ തിരിച്ചു പുനഃസ്ഥാപിക്കാൻ, നഷ്ടപ്പെട്ട എല്ലാ അനുഭവങ്ങളും തിരിച്ചു തന്ന നിന്നെ സമ്പന്നനാക്കാൻ പൊന്നുകർത്താവിന് കഴിയുമെന്ന മനോഹരമായ പാഠമാണ് ഈ പരിശുദ്ധമായ ദിവസത്തിൽ നമുക്ക് ലഭ്യമാകുക. ദൈവപൈതലേ, നീ തകർന്ന അവസ്ഥയിലാണോ? നീ എല്ലാം തീർന്നു എന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണോ? തിരികെ കൊണ്ടുപോകാൻ അവൻ്റെ കരം ശക്തമാണ് എന്നത് മറക്കരുത്. അവനോളം നിന്നെ ബലപ്പെടുത്താൻ കഴിയുന്ന മറ്റൊന്നില്ല. യേശു കരത്തിൽ ധൈര്യപ്പെട്ടിരിക്കുക. ആമേൻ.